അപ്പം നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ എൻ്റെ കാക്കുവിനെ ഒരു കോട്ട് എടുക്കാൻ കയറിയത്. അത് കണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഇതേ ഇവിടെ ഈ ഫ്ലവർ കാണുന്നത്. എന്തോ ഒരു ഭംഗി, പക്ഷേ തീ കൊള്ളുന്ന വില കേട്ടോ. അങ്ങനെ നമ്മളൊരു ഹോട്ടലും തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, കായില്ലാത്ത പോലെ ഇറച്ചിക്ക് നിൽക്കണമാരൊക്കെ എത്രങ്ങാനും സമയം ഞങ്ങൾ നിന്നു എന്നറിയാം. പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് മിന്നി വീണ്ടും നടത്താൻ തുടർന്നു കേട്ടോ. അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോട്ടാണിക്കൽ ഗാർഡനിക്ക് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, കറക്റ്റ്. പിന്നെ ഇതേ നമ്മുടെ ഈ പോണ വൈക്കലെല്ലാം ഫ്ലവറാണ്. അപ്പം ഞാൻ നോക്കുന്നത് ഇതിൻ്റെ ഒരു കൊമ്പ് കിട്ടിയെങ്കിൽ നമ്മൾക്ക് അങ്ങനെ കേരളത്തിൽ കൊണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ വല്ല തലവാഴ തന്നെ എൻ്റെ കുട്ടീൻ്റെ തലയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കഴിച്ചത് ദോശയും ചട്നിയൊക്കെ കേട്ടോ. ഇവിടുന്ന് ചോറ് എനിക്കിഷ്ടമല്ല. എൻ്റെ കുട്ടി ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഇവനേക്കാളും വലിയൊരു ദോശ കണ്ടല്ലേ ചിരി. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട അച്ചിപ്പായിൽ കിടക്കുന്ന പോലെ ഒരുത്തൻ കിടക്കുന്നു കേട്ടോ. തറവാട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിലൊക്കെ കിടത്താട്ടത്. അല്ല അടിപൊളി കാഴ്ച. അപ്പോൾ അത് ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് കച്ചവടം വേണം, ഒരുപാട് കച്ചവടങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തതല്ലേ നമുക്ക് കുറച്ച് ഉള്ളി കൊടുന്നെങ്കിൽ ഇവിടെ വിൽക്കായിരുന്നു. അത്രക്ക് വില കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും വിലയാണ് ഇവിടെ. ഈ ഒരു പയർ ഞാൻ ആദ്യമായിട്ട് കാണും. ഇതെന്തോ അമര അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അതെ ഓത്തിച്ചാലിന് വരെ ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതെ നടന്ന് പോയാലുള്ള ഗുണം കണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതെ 300 രൂപ കൊടുത്ത് ഞങ്ങളിതേ കോട്ട് വാങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓൺലി 200. നമ്മുടെ കൽബ് അങ്ങ് തകർന്നു കേട്ടോ. 100 രൂപ വെള്ളത്തിൽ. അപ്പോൾ അതെ ആ വെള്ളത്തിലായത് നമുക്ക് വിഷമം മാറ്റാൻ ഇതങ്ങ് നെക്കി കളിച്ചപ്പോൾ സമാധാനമായിട്ടോ കുറച്ചൊക്കെ. അപ്പോൾ ഊട്ടിയിൽ വന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഊട്ടി വർക്ക് വാങ്ങിയില്ലേന്ന്. ഊട്ടി വർക്ക് വാങ്ങി. പിന്നെ എൻ്റെ കുട്ടിയുടെ കണ്ണ് എപ്പോഴും കണ്ണ് കോയി കൊടുക്കുക പറഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ. മുട്ടായിക്കാരും ഇങ്ങനെ പോയ നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ അങ്ങ് നേരം പോലായിരുന്നു കേട്ടോ. ഇവിടെ ആകെ പൂക്കളെ കച്ചവടമായിട്ട് എനിക്ക് തോന്നുന്നു ഇവർ കുളിക്കാതെ പൂ ചൂടുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ഈ കുരുവികളെ നമ്മളെ നാട്ടിൽ കാണാത്ത വെറുതെ ഇവർ ഫാമിലി അടക്കം ഇങ്ങോട്ട് ഊട്ടിക്ക് താമസം മാറിയിട്ടോ. അപ്പോൾ അതേ കണ്ടോ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് ഡയറക്റ്റ് ബസ് കയറി. ഇവിടെ എത്തി വന്നിട്ടുണ്ട് കേട്ടോ. കൈയൊട്ടി നമ്മളെ അടിച്ച് കൊല്ലുന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ടാറ്റ കൊടുത്ത് യാത്ര പറഞ്ഞ് പോന്നു. അപ്പോൾ നമ്മൾ 1419 രൂപക്ക് ഊട്ടി കണ്ടു വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുക. അപ്പോൾ ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.